ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കിലോയോളം ഉരുളക്കിഴങ്ങ് എടുക്കുക. അത് കഴുകിയിട്ട് നന്നായി കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല, പകുതി മുറിച്ച് ഉരുളക്കിഴങ്ങാണ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി വേവിച്ചെടുക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സാണിത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് റസ്ക് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5-6 കഷ്ണം റസ്ക് എടുക്കുന്നുണ്ട്. നമ്മൾക്ക് ആവശ്യാനുസരണം എത്ര വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് റസ്ക് എടുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തിയായ സ്നാക്സ് ആണെന്ന് തന്നെ നമുക്കിതിനെ പറയാവുന്നതാണ്. നമ്മൾ ബേക്കറി ഐറ്റംസ് കുറേ വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഈവനിങ് സ്നാക്സൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ്. അത് ഞാനിപ്പോൾ ഒരു 3 എണ്ണം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി കയ്യിൽ കൊണ്ട് അടിച്ച് വയ്ക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മുട്ടയിലേക്ക് ഉപ്പിട്ട് ചേർത്തിളക്കി കൊടുക്കാവുന്നതാണ്. റസ്ക് പൊടിയും മുട്ടയും സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഞാനിവിടെ ഒരു 6 വിസലോളം അടിച്ചിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാണ്. ഞാൻ ആദ്യം ഒരു 5 വിസലടിച്ച് നോക്കിയപ്പോൾ അത് അധികം വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെയും ഒരു പ്രാവശ്യം കൂടി വെച്ചു. അതിനുശേഷം നന്നായി വെന്തതിന് ശേഷം ഇറക്കി. പിന്നെ ചൂടാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് നേരിയതായിട്ട് കൈയൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ആറാൻ വെച്ചാൽ നമുക്ക് വേഗം തൊലി ഒലിച്ച് എടുക്കാം. പതുക്കെ സാവധാനം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ കൂട്ടുകാരെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായി ഉടച്ചെടുക്കുക. നന്നായി കയ്യിൽ വെച്ച് നന്നായി ഉടച്ചെടുത്ത് നല്ല മാവ് കുഴയ്ക്കുന്ന പരുവത്തിലാക്കുക. ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, സവാള കുറച്ച് അരിഞ്ഞെടുത്തത്, പിന്നെ മല്ലിയില കുറച്ച് അരിഞ്ഞെടുത്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക് കുനുകുന അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മസാല ചേർക്കാവുന്നതാണ്. അതിനായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണോളം ചിക്കൻ മസാല എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഈ മസാലകളെല്ലാം ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയം നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടത് കൊണ്ട് തന്നെ കറക്റ്റ് ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നന്നായി കൈകൊണ്ട് കുഴച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ പരത്തിയെടുക്കുകയോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പായിട്ട് ഉരുട്ടിയെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുഞ്ഞു ബോൾസായി എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ചെറിയ ഉണ്ടകളായി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയും റസ്ക് പൊടിയും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ മുക്കിയിട്ട് നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ റസ്ക് പൊടിയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കുമല്ലോ, അതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ തവിടെണ്ണയാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ തവിടെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ആദ്യം ഒരു ബോൾസ് എടുത്ത്
മുട്ടയുടെ മിക്സിയിലേക്ക് മുക്കിയതിന് ശേഷം പിന്നീട് റസ്ക് പൊടിയിലേക്ക് കോട്ട് ചെയ്ത ശേഷം വറുത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെറിയ ബോൾ ഷേപ്പിലാണ് എടുത്തത്. അത് ഞാനൊന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വറുത്തെടുക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ പരത്തി എടുത്തതിന് ശേഷമാണ് പിന്നെ വറുത്തെടുത്തത്. എന്നിട്ട് നന്നായി ഒരു ബ്രൗൺ കളറ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി മൊരിയിച്ച് എടുക്കുക. നമ്മൾ അധികമിട്ട് കയ്യിലുകൊണ്ട് ഇളക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് അത് മറിച്ചിട്ടൊക്കെ കൊടുക്കുക. ഇതുപോലെ ഞാൻ ഓരോന്നും മുട്ടയുടെ മിക്സിയിൽ മുക്കി റസ്ക് പൊടിയിൽ കവർ ചെയ്ത് എല്ലാ ബോൾസും ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു മറ്റേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇടുന്നതാവും ഉത്തമം. അപ്പോൾ നമുക്ക് ആ എണ്ണയൊക്കെ ഒന്ന് വറ്റി കിട്ടും. അങ്ങനെ നമുക്കിത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ മുതിർന്നവർക്കും ഇത് നല്ല ഇഷ്ടമാവും. നമ്മൾ വൈകിട്ടത്തെ ചായക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല ടേസ്റ്റിയായ ഒരു ഈവനിങ് സ്നാക്സാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.